ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ രാഖിൽ RS. പ്രിയ ഉദ്യോഗാർത്ഥികളെ, നമ്മുടെ വളരെ പ്രധാനപ്പെട്ട ചില പരീക്ഷകളുടെ എല്ലാം നോട്ടിഫിക്കേഷൻ കേരള PSC പുറപ്പെടുവിച്ചു കഴിഞ്ഞു. പ്രധാനപ്പെട്ട പ്രിലിമിനറി പരീക്ഷകൾ ഉടനെ നടക്കാൻ പോവുകയാണ്. വിദ്യാഭ്യാസ യോഗ്യത നേടി അപേക്ഷകൾ സമർപ്പിച്ച് വിവിധ പരീക്ഷകൾക്കായി കാത്തിരിക്കുന്നവരാണോ നിങ്ങൾ എങ്കിൽ നമ്മൾ പ്രാഥമികമായി അറിഞ്ഞിരിക്കേണ്ട വളരെ പെട്ടെന്ന് ചില കാര്യങ്ങൾ നമുക്കിതാ ഇപ്പോൾ ഒന്ന് പരിശോധിക്കാം. ഉദ്യോഗാർത്ഥികളെ, പ്രധാനപ്പെട്ട 3 ചോദ്യങ്ങളാണ് നമ്മളോടെങ്കിലും മിനിമം ചോദിച്ചിരിക്കേണ്ടത്. എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്നാമത്തെ ചോദ്യം ആര്, എന്തിന്, എങ്ങനെ. ആര്, എന്തിന്, എങ്ങനെ. എന്താണ് ഈ ചോദ്യങ്ങളുടെ പ്രസക്തി? നമ്മൾ ആരാണ്, അല്ലേ? നമുക്ക് അറിയാം, പ്രാഥമികമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് നമ്മളിപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു, നമ്മുടെ വിദ്യാഭ്യാസ യോഗ്യത എന്താണ്. ഇതിനെയൊക്കെ അടിസ്ഥാനമാക്കിയാണല്ലോ നമ്മൾ ഒരു പരീക്ഷയ്ക്ക് തയ്യാറാകുക. 10th ലെവലാണോ, +2 ലെവലാണോ, അതോ ഡിഗ്രി ലെവലാണോ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് എന്ന് നമ്മൾ ഉറപ്പിച്ചിട്ടാണല്ലോ. ചില ആളുകളാണെങ്കിൽ എല്ലാ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഏതെങ്കിലും കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ എന്ന് കരുതിയിട്ട്, അല്ലേ? ആരാണ് നമ്മൾ? ശരിക്കും നമ്മൾ ആരാണ്, അല്ലേ? നമ്മൾ സിനിമയിലൊക്കെ കേൾക്കുന്നത് പോലെ, അല്ലേ? ആരാ, ശരിക്കും ആരാ, എന്താ എന്നൊക്കെ നമ്മൾ മഹേഷിന്റെ പ്രതികാരത്തിൽ കാണുന്നത് പോലെ, അല്ലേ? ബുദ്ധനും ശങ്കരനും എല്ലാം തിരഞ്ഞത് അതേ ചോദ്യം എന്നെല്ലാം നമ്മൾ കേട്ടിട്ടുണ്ട് സിനിമയിലൂടെയൊക്കെ. ആരാണ് നമ്മൾ ആരാണ് എന്ന് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ എന്താണ് നമുക്ക് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എന്തിനാണ് നാം പഠിക്കേണ്ടത്? നിങ്ങളെല്ലാം സർക്കാർ സർവീസിലേക്ക് വേണ്ടിയുള്ള ശ്രമത്തിലാണ്. എന്തിനാണ്? അതാണ് രണ്ടാമത്തെ ചോദ്യം, അല്ലേ? എന്തിന്? നമ്മുടെ സലിംകുമാർ സിനിമയിൽ പറഞ്ഞതുപോലെ എന്താവശ്യത്തിന്, എന്തിന് എന്നാണ്. നോക്കൂ, എന്തിനായിരിക്കും നിങ്ങൾക്കൊരു സർക്കാർ സർവീസിലേക്ക് പ്രവേശിക്കാനുള്ള ആഗ്രഹം മുളപൊട്ടിട്ടുണ്ടാകുക? ഒന്നുകിൽ തൊട്ടടുത്ത വീട്ടിൽ ആർക്കെങ്കിലും ജോലി കിട്ടി, അല്ലെങ്കിൽ അടുത്ത ബന്ധുക്കൾക്ക് ജോലി കിട്ടി, സുഹൃത്തുക്കൾക്ക് ജോലി കിട്ടി, ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയാണോ? അതൊക്കെ നമ്മളെ ചിലപ്പോൾ സ്വാധീനിച്ചിട്ടുണ്ടാകും. പക്ഷെ ശരിക്കും ജോലി അനിവാര്യമാണ്, അത്യന്താപേക്ഷിതമാണ്. ജോലി ഇല്ലാതെ ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് തീരുമാനിച്ചിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക്, അതായത് ജോലി വേണമെന്നുള്ളത് തീവ്രമായ ആഗ്രഹമായി മാറിയിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി മാത്രമുള്ളതാണ് സർക്കാർ ജോലി. ഈ സത്യം തിരിച്ചറിയുമല്ലോ. അപ്പൊ നമ്മൾ ആരാണെന്ന് ബോധ്യപ്പെട്ടു. എന്തിനാണ് നാം പഠിക്കുന്നത് എന്ന കാര്യത്തിലും ക്ലാരിറ്റി ഉണ്ടായിരിക്കുക. ഓക്കെ, ഇനിയാണ് എങ്ങനെ പഠിക്കണം എന്നുള്ളതാണ് ചോദ്യം, അല്ലേ? പഠന വഴിയിൽ നിരവധി മാർഗങ്ങൾ സ്വീകരിച്ച് മടുത്തവരാണ്, തളർന്നവരാണ് നിങ്ങളെന്ന് എനിക്കറിയാം, അല്ലേ? ചില ആളുകൾ ചോദിക്കാറുണ്ട്, സാറേ ഞാൻ രാവിലെ പഠിക്കണോ അതോ രാത്രിയാണോ പഠിക്കേണ്ടത്? ഓൺലൈൻ നോക്കണോ, ഓഫ്ലൈൻ പോകണോ, റാങ്ക് ഫയൽ നോക്കണോ, യൂട്യൂബ് നോക്കണോ, PDF നോട്ട് വായിക്കണോ, അതോ സ്വന്തം നോട്ട് തയ്യാറാക്കണോ? ഇങ്ങനെയൊക്കെയുള്ള ആശയക്കുഴപ്പത്തിലാണ്. കുറെ നാൾ വഴികളിൽ കുറെ അബദ്ധങ്ങൾ പറ്റി, ശരിയല്ലേ? കുറെ പരീക്ഷകളൊക്കെ എഴുതുന്നുണ്ട്. ചില ആളുകളൊക്കെ ലിസ്റ്റിൽ വരുന്നുണ്ടെങ്കിലും മെയിൻ ലിസ്റ്റിൽ ജോലി കിട്ടുന്ന ഒരു റാങ്കിലേക്ക് എത്തിപ്പെടാൻ കഴിയുന്നില്ല. ചിലരുടെ പ്രശ്നം ഒരു മൈനസ് മാർക്കാണ്, മൈനസ് മാർക്ക് എന്ന ഭീതിയാണ്. ചില ആളുകൾക്കെല്ലാം നല്ല വൃത്തിയായിട്ട് പഠിക്കുന്നുണ്ടെങ്കിലും എക്സാം അടുക്കുന്ന സമയത്ത് പഠിച്ചതെല്ലാം ചോർന്നു പോകുന്നു. ചില ചോദിക്കാറുണ്ട്, എനിക്ക് അൽഷിമേഴ്സിന്റെ തുടക്കമാണെന്ന് തോന്നുന്നു സാർ, ഇങ്ങനെയൊക്കെ പറയാറുണ്ട്, അല്ലേ? ശരിക്കും വി ആർ ട്രാപ്ഡ് എന്നാണോ? ഇതാണോ നിങ്ങളുടെ അവസ്ഥ? നമ്മുടെ സുരാജ് കുഞ്ഞോട് പറയുന്ന പോലെ ഐ എം ട്രാപ്ഡ്. പല പല പഠന മാർഗങ്ങൾ സ്വീകരിച്ച് പഠന നാൾ വഴികളിലൂടെ നടന്നുപോയി ഒടുവിൽ പെട്ടുപോയി എന്ന അവസ്ഥയാണോ? എങ്കിൽ നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല. നമ്മുടെ മുമ്പിൽ പരിഹാരമുണ്ട്. കൃത്യമായി നമുക്ക് കണ്ടെത്താം, പരിഹരിക്കാം. ഉദ്യോഗാർത്ഥികളെ, പഠിക്കാൻ നിങ്ങൾക്ക് മനസ്സുണ്ടോ എന്നതാണ് ചോദ്യം, അല്ലേ? മനസ്സുണ്ടെങ്കിലേ നമുക്ക് എന്തെങ്കിലും രൂപത്തിൽ മുന്നോട്ട് പോകാനും വിജയിക്കാനും കഴിയൂ. മനസ്സുണ്ടോ എന്ന് വെച്ചാൽ മനസ്സുണ്ട്. എങ്ങനെയുള്ള മനസ്സാണ്? തീവ്രമായി പോരാടാനുള്ള ഒരു മനസ്സ് നിങ്ങൾക്കുണ്ടോ? നിങ്ങളുടെ ഉള്ളിലെങ്കിലും കുറെ പേര് പഠിക്കുന്നുണ്ടെങ്കിലും ഉള്ള ചിന്തകൾ ഭൂരിഭാഗവും നെഗറ്റീവ് തോട്ടുകളാണ്. നിങ്ങൾക്കറിയാം, നമുക്ക് 2 മൈൻഡ് ഉണ്ട് പ്രധാനമായിട്ട്. ഒന്ന് കോൺഷ്യസ് മൈൻഡ്, ബോധ മനസ്സ്. 2 സബ് കോൺഷ്യസ് ആണ്, അതായത് ഉപബോധ മനസ്സ്. മോസ്റ്റ് പവർഫുൾ ആൻഡ് 90% ഒക്കെ ചെയ്തിരിക്കുന്നത് സബ് കോൺഷ്യസ് ആണ്. ലോങ് ടേം മെമ്മറിയാണ്. നിങ്ങൾ ഒരുപാട് തവണ കേട്ട് കാണും കോൺഷ്യസ് മൈൻഡും സബ് കോൺഷ്യസ് മൈൻഡിന്റെയും പ്രത്യേകത. നോക്കൂ, ഈ കാണപ്പെടുന്ന ചെറിയൊരു ശതമാനം മാത്രം, 10% മാത്രമാണ് നമ്മുടെ ബോധ മനസ്സ്. മെമ്മറി കണ്ടോ? ഷോർട്ട് ടേം മെമ്മറിയാണ്, ഷോർട്ട് ടേം മെമ്മറിയാണ്. എന്നാൽ സബ് കോൺഷ്യസ് 90% ആണ്, ലോങ് ടേം മെമ്മറിയാണ്, ലോങ് ടേം മെമ്മറിയാണ്. മനസ്സിലായി? ഇമാജിനേഷൻ, അതുപോലെ നമ്മുടെ വാല്യൂസ്, ഹാബിറ്റ്സ്, ഇമോഷൻസ് എല്ലാം കെട്ടിപ്പിണിഞ്ഞ് കിടക്കുന്നത് സബ് കോൺഷ്യസിലാണ്.
ഇവിടുത്തെ ചിന്തകൾ ആഴമേറിയതാണ്, ലോങ് ടേം ആണ്, ലോങ് ലാസ്റ്റിംഗ് ആണ്. നിങ്ങൾക്ക് ഈ സബ് കോൺഷ്യസിനെ ഫലപ്രദമായി ഉപയോഗിക്കാൻ കഴിഞ്ഞാൽ, അപ്രകാരം ഉപയോഗിക്കാൻ കഴിഞ്ഞാൽ കൃത്യമായി നിങ്ങൾക്ക് എക്സാമിന് അതൊരു മുതൽക്കൂട്ടാകും. നിങ്ങൾക്ക് വളരെ എളുപ്പത്തിന് മുന്നോട്ട് പോകാൻ പറ്റും. ഉദാഹരണത്തിന് നമ്മൾ ചില ആളുകളെ കാണുമ്പോൾ ഇയാളെ എവിടെയോ കണ്ടല്ലോ എന്നൊരു തോന്നൽ ഉണ്ടായിട്ടില്ലേ? എന്തുകൊണ്ടാണ്? നിങ്ങളുടെ കോൺഷ്യസ് മൈൻഡിന് അറിയില്ല, സബ് കോൺഷ്യസിന് അതുപോലും അറിയാം, ഇമേജ് ആക്കി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഒരാവശ്യവുമില്ലാത്ത പല കാര്യങ്ങളും നിങ്ങൾ ഓർത്തിരിക്കാറുണ്ട്, ശരിയല്ലേ? നിങ്ങളുടെ ഈ 90% വരുന്ന സബ് കോൺഷ്യസിലെ നിങ്ങളുടെ ബിലീഫ്, നിങ്ങളുടെ ഇമോഷൻസ്, നിങ്ങളുടെ വാല്യൂസ് ഇതെല്ലാം ചേർന്ന് നിങ്ങളുടെ PSCയുമായി ബന്ധപ്പെട്ട പഠന രീതിയിൽ കുറെ നെഗറ്റീവുകൾ അടിഞ്ഞുകൂടി കിടപ്പുണ്ട്. ചില ആളുകൾ പറയാറുണ്ട്, ഞാൻ ഭാഗ്യമില്ലാത്ത ഒരാളാണ്, ഞാൻ എത്ര പഠിച്ചാലും കാര്യങ്ങൾ മറന്നു പോകുന്നു, എനിക്ക് അൽഷൈമേഴ്സിന്റെ തുടക്കമാണ്, എനിക്ക് കുറച്ച് ഏജ് ആയിപ്പോയി, അതുകൊണ്ട് മെമ്മറി കുറയാനാണ് സാധ്യത, ഞാൻ ജന്മന ഒരു മന്ദബുദ്ധിയും, എനിക്ക് കണക്കെന്ന് കേൾക്കുമ്പോഴേ വിറയലാണ്, ഇംഗ്ലീഷിൽ നിന്ന് കേൾക്കുമ്പോഴേ തല കറങ്ങുന്നു, GK ഒന്നും എനിക്ക് ഓർമ്മ വരുന്നില്ല, എക്സാം ഹാളിൽ പോയി ഇരിക്കുമ്പോൾ ഞാൻ ഡേറ്റ് ഓഫ് ബർത്ത് തെറ്റിക്കാനാണ് സാധ്യത. ഇങ്ങനെയൊക്കെയുള്ള നെഗറ്റീവുകളൊക്കെ നിങ്ങൾക്ക് ഉണ്ടോ? എങ്കിൽ അതെല്ലാം മറന്നേക്കൂ. ഇപ്പോൾ ഈ വീഡിയോയോട് കൂടി നമ്മൾ ഈ ഭാഗം മറക്കുകയാണ്. നമ്മൾ പുതിയൊരു വ്യക്തിയായി, പുതിയ ഒരു മനസ്സോടുകൂടി പഠനമാകുന്ന ഒരു തപസ്സിലേക്ക് നിങ്ങൾ ലയിക്കുകയാണ്. പ്രിയ ഉദ്യോഗാർത്ഥികളെ, നിങ്ങൾ ശ്രദ്ധിക്കൂ. ഞാൻ ഈ പറയുന്ന വാചകങ്ങൾ ഒരാവശ്യവും ഇല്ലാതെ നിങ്ങൾ ഓർത്തിരിക്കാറുണ്ട്. ഓക്കെ, അങ്ങനെയെങ്കിൽ ഞാൻ ഈ പറഞ്ഞതിൻ്റെ ബാക്കി ഒന്ന് പറയാൻ ശ്രമിച്ചേ. നിങ്ങൾ വീട്ടിൽ സ്വർണം വച്ചിട്ട് എന്തിന്? ബാക്കി പറയുന്നവരൊന്ന് കമന്റ് ചെയ്യണേ. എന്തായിരിക്കും ബാക്കി പറയാൻ പോവുക? നാട്ടിൽ തേടി നടപ്പു. നിങ്ങളിത് ഏതെങ്കിലും നോട്ട് ബുക്കിൽ കാണാൻ പിടിച്ചതാണോ? പോട്ടെ, ദാ ഇത് നോക്കിക്കേ. ഉയരം കൂടുന്തോറും ബാക്കി പറയാമോ? നമ്മുടെ ലാലേട്ടന്റെ സൗണ്ടിൽ ആ വോയിസ് ഓവർ നിങ്ങളുടെ മനസ്സിലേക്ക് വന്നു കാണും. എന്താണത്? ചായയുടെ എന്ത് കൂടും? സ്വാദ് കൂടും. കണ്ടോ? അപ്പൊ ഇതെല്ലാം നിങ്ങൾ എവിടെയെങ്കിലും കാണാൻ പിടിച്ചതാണോ? ആണോ അല്ലയോ? പിന്നെ എവിടുന്ന് പറഞ്ഞു? ഇനി തീർന്നില്ല. ഞാൻ റാൻഡമായി നിങ്ങളുടെ അടുത്തൊരു ഡയലോഗ് പറയാൻ പോവാണ് കേട്ടോ. ഈ സ്ക്രീനിൽ കാണുന്ന ഡയലോഗ് ഒന്ന് വായിച്ചേ. മല, മല, കുഞ്ഞിന്റെ പേര് മല. എന്തെങ്കിലും ദൃശ്യം ഓർമ്മ വരുന്നുണ്ടോ ആർക്കെങ്കിലും? ചില ആളുകൾക്ക് സിനിമയുടെ പേര് ഒരു ഓർമ്മ കാണും, അല്ലേ? ഓർമ്മ വന്നില്ലേ? ഇതാ ഈ ദൃശ്യം നിങ്ങൾക്ക് നോക്കിക്കേ. നമ്മുടെ ആർത്ത് ചിരിപ്പിച്ച ഈ ഒരു ദൃശ്യം, മല, മല, കുഞ്ഞിന്റെ പേര് മല. ഞാനിത് ഈ ദൃശ്യം കാണിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ എത്ര പേർക്ക് മനസ്സിലേക്ക് വന്നു കഴിഞ്ഞു? ഈ ദൃശ്യം വന്നില്ലേ? ഇതെങ്ങനെ വന്നു എന്നാണ് നിങ്ങൾ കരുതുന്നത്? ഇതാണ് ഞാൻ പറഞ്ഞില്ലേ ഉദ്യോഗാർത്ഥികളെ, നിങ്ങളുടെ സബ് കോൺഷ്യസിന്റെ പവർ. ഈ സബ് കോൺഷ്യസിന്റെ പവർ ഇത്തരത്തിൽ ഉപയോഗമില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ അറിയാതെ നമ്മുടെ തലച്ചോറ് ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ബോധപൂർവം നല്ല ഉപയോഗത്തോടെ പർപ്പസ്ഫുള്ളി നമുക്ക് ഈ സബ് കോൺഷ്യസിനെ ഉപയോഗിക്കാൻ കഴിയുമോ? ഉറപ്പാണോ? എങ്കിൽ നമുക്കതാ ഇവിടെ ഒരു ചെറിയ എക്സ്പെരിമെന്റിലേക്ക് നമുക്കൊന്ന് പോയാലോ? നമുക്കൊന്ന് നോക്കാം. നിങ്ങൾ ഒറ്റപ്പെട്ട തുരുത്തിലാണോ എന്നുള്ളതാണ് ചോദ്യം. ചില ആളുകൾ പറയാറുണ്ട്, സാറേ ഞാൻ ആൾക്കൂട്ടത്തിനിടയിലാണെങ്കിൽ ഒറ്റപ്പെട്ട തുരുത്തിലാണ് സാർ, എന്നെ ആർക്കും മനസ്സിലാകുന്നില്ല, എനിക്ക് മാത്രമാണ് ചില കാര്യങ്ങൾ ഇഷ്ടം, എനിക്ക് മാത്രമേ ചില സിനിമാ പാട്ടുകൾ ഇഷ്ടമുള്ളൂ, ലോകത്താർക്കും ആ പാട്ട് ഇഷ്ടമല്ല, എൻ്റെ ഇഷ്ടങ്ങൾ ഒറ്റപ്പെട്ടതാണ്, എൻ്റെ ചിന്താശേഷി എല്ലാവരെയും പോലെയല്ല, ഞാൻ ഒറ്റപ്പെട്ട ചിന്താശേഷിയാണ്. ഇതൊക്കെ ആയിക്കോട്ടെ, പക്ഷെ ഞാൻ പറയട്ടെ, നിങ്ങൾക്കെല്ലാമുള്ള കഴിവ് യുണീക്കാണ്. അത്ഭുതകരമായ, അനിർവചനീയമായ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാനുള്ള കഴിവ് ഉറങ്ങിക്കിടക്കുന്നവരാണ് നിങ്ങളെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വാസമാകുമോ? തെളിയിച്ചു തരട്ടെ ഞാൻ. ശരി, നോക്കൂ ഉദ്യോഗാർത്ഥികളെ. ശരി, അങ്ങനെയെങ്കിൽ നമുക്ക് ഈ ഒരു പരീക്ഷണം ഒന്ന് നോക്കാം. നമ്മുടെ മനസ്സിനെ ഒന്ന് ശരിയാക്കണ്ടേ നമുക്ക്? ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിലേക്ക് ഒന്ന് ഫോക്കസ് ചെയ്തേ. ഇഷ്ടമുള്ള ഒരു നമ്പർ, റാൻഡം ആയിട്ടുള്ള ഒരു നമ്പർ നിങ്ങൾ സെലക്ട് ചെയ്യാം. വളരെ എളുപ്പത്തിനാക്കാൻ വേണ്ടിയാണ് ഞാൻ ചെറിയ സംഖ്യകൾ മാത്രം തന്നിട്ടുള്ളത്. ചില സംഖ്യകൾ റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്, അതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട. ഇഷ്ടമുള്ള ഒരു സംഖ്യ, ഏത് ഡിജിറ്റും ഇതിനകത്തുള്ള ഡിജിറ്റ് ആയിരിക്കണേ, ഒന്ന് മനസ്സിൽ ലോക്ക് ചെയ്യണം. ഏതോ ഒരു ഡിജിറ്റ് ലോക്ക് ചെയ്യുക. ഓക്കെ, റൈറ്റ്. അപ്പൊ നിങ്ങളുടെ എല്ലാ മനസ്സിൽ ഇതിലേതോ ഒരു സംഖ്യ ഉണ്ട് ഇല്ലേ? ആ സംഖ്യയെ നിങ്ങൾ ഇതിൽ തന്നെ കാണുന്ന, ഇപ്പോൾ ഒന്നിലേറെ തവണ ആവർത്തിക്കുന്ന ഏതാണ് ഉണ്ടോ? ഓക്കെ, 9. 9 കൊണ്ട് ഗുണിക്കുക, ഇൻടു 9. ആ സംഖ്യ ഗുണം 9. നിങ്ങളുടെ മനസ്സിൽ ഏതോ ഒരു സംഖ്യ ഉണ്ട്, ആ സംഖ്യ ഗുണം 9. ഓക്കെ, ഗുണിച്ചോ? ചില ആളുകൾ 9ന്റെ ഗുണനപ്പട്ടിക അറിഞ്ഞുകൂടാത്തവരുണ്ട്. 9 എന്നൊക്കെ പറഞ്ഞ് ഗുണിക്കുന്നവരുണ്ട്. ആയിക്കോട്ടെ, സമയം എടുത്തോളൂ, കുഴപ്പമില്ല. 9 കൊണ്ട്. അപ്പൊ ഏതോ സംഖ്യ ഗുണം 9 സമം. ഗുണിച്ചപ്പോൾ കിട്ടിയ ഉത്തരത്തിലെ അക്കങ്ങൾ തമ്മിൽ കൂട്ടുക. ഉദാഹരണത്തിന് ഇപ്പോൾ 23 കിട്ടിയതെങ്കിൽ 2 + 3 = 5, ലൈക്ക് ദാറ്റ്. അതുപോലെ നിങ്ങൾ ഗുണിച്ചപ്പോൾ കിട്ടിയ ഗുണനഫലം എന്താണോ അതിൽ അക്കങ്ങൾ തമ്മിൽ കൂട്ടുക. കൂട്ടിയോ? കൂട്ടിയപ്പോൾ ഏതോ ഉത്തരം വന്നില്ലേ? ആ ഉത്തരത്തിൽ നിന്ന് സിമ്പിൾ ആയിട്ട് ഒരു 5 കുറയ്ക്കുക, -5. അതായത് ഏതോ സംഖ്യ നിങ്ങൾ 9 കൊണ്ട് ഗുണിച്ചപ്പോൾ ഏതോ ഉത്തരം കിട്ടി, ആ ഉത്തരത്തിൽ അക്കങ്ങൾ തമ്മിൽ കൂട്ടിയപ്പോൾ ഏതോ ഒരു സംഖ്യ വന്നു, ആ സംഖ്യയിൽ നിന്ന് ഇനി എന്ത് കുറയ്ക്കണം? 5 കുറയ്ക്കണം. 5 കുറച്ചോ?
5 കുറച്ചപ്പോൾ ഏതോ ഒരു സംഖ്യ മനസ്സിൽ വന്നില്ലേ? ഒരു പൂർണ്ണസംഖ്യ തന്നെയാണോ? ആ സംഖ്യ മാത്രം മനസ്സിൽ മതി. ആ സംഖ്യ ദാ ഈ ബ്ലൂ സർക്കിളിനകത്ത് എഴുതുക. ഈ ബ്ലൂ ബോളിനകത്ത് നിങ്ങൾ ആ സംഖ്യ, അത് 5 കുറച്ചപ്പോൾ കിട്ടിയ സംഖ്യ ഏതാണെന്ന് എഴുതുക. മനസ്സുകൊണ്ട് എഴുതണേ, ആരും കമന്റ് ചെയ്യണ്ട. ഇതിനകത്തൊരു സംഖ്യ ഉണ്ടോ? ഉറപ്പാണേ? യെസ്. ഈ സംഖ്യയ്ക്ക് തുല്യമായ ഇംഗ്ലീഷ് ആൽഫബറ്റ് കണ്ടെത്തുക. ഈ സംഖ്യയ്ക്ക് തുല്യമായ ഇംഗ്ലീഷ് ആൽഫബറ്റ്. ഉദാഹരണത്തിന് ഇതിനകത്ത് എഴുതിയിരിക്കുന്ന 5 ആണെങ്കിൽ എ ബി സി ഡി ഇ, എ ബി സി ഡി ഇ, ഇ ആണല്ലോ 5ാമത്തെ ലെറ്റർ അല്ലേ? അതുപോലെ 5കാർ ക്ഷമിക്കുക, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇതിനകത്ത് ഏത് സംഖ്യയാണെന്ന് അറിയില്ല. ആ സംഖ്യയ്ക്ക് തുല്യമായ ഇംഗ്ലീഷ് ആൽഫബറ്റ് കണ്ടെത്തിയോ? ശരി, ആ ഇംഗ്ലീഷ് ആൽഫബറ്റ് ദാ ഈ കാണപ്പെട്ട സ്ക്വയറിനകത്ത് എഴുതുക. നിങ്ങൾ ഈ കാണപ്പെട്ട സ്ക്വയറിനകത്ത് നിങ്ങൾ ആ ഇംഗ്ലീഷ് ആൽഫബറ്റ് എഴുതണം മനസ്സുകൊണ്ട്. ഓക്കെ ഓക്കെ. അപ്പൊ നോക്കണേ, ഇതിനകത്തൊരു ഡിജിറ്റ് ഉണ്ട്, ഒരു അക്കമുണ്ട്, ഇതിനകത്ത് ഒരു ആൽഫബറ്റും ഉണ്ട്, അക്കമുണ്ട്, ആൽഫബറ്റും ഉണ്ട്. ഓക്കെ, ഈ ആൽഫബറ്റിൽ തുടങ്ങുന്ന പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്ന ഏതെങ്കിലും രാജ്യം, ആ രാജ്യത്തിന്റെ പേരെന്ന് ഓർക്കുക. ഈ ആൽഫബറ്റിൽ തുടങ്ങുന്ന പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്ന ഏതെങ്കിലും ഒരു രാജ്യത്തിന്റെ പേര് ഓർക്കണം. ഓക്കെ, ഉദാഹരണത്തിന് ഇത് രാജ്യം തന്നെ ആയിരിക്കണം. ഇപ്പം എ ഫോർ അമേരിക്ക, ബി ഫോർ ബ്രിട്ടൻ, സി ഫോർ ചൈന, ഡി ഫോർ ഡെൻമാർക്ക്, ഇ ഫോർ ഈജിപ്റ്റ്, എഫ് ഫോർ ഫ്രാൻസ്, ഇങ്ങനെ പിന്നീട് രാജ്യങ്ങൾ. അല്ലാതെ സാൻ ഫ്രാൻസിസ്കോ രാജ്യമല്ല, ദുബായ് രാജ്യമല്ല, തിരുവനന്തപുരം രാജ്യമേ അല്ല. അപ്പൊ രാജ്യം തന്നെ ആയിരിക്കണം. ഓക്കെ, അപ്പൊ ഒരു രാജ്യത്തിന്റെ പേര് നിങ്ങളുടെ മനസ്സിലുണ്ടല്ലോ, ഈ അക്ഷരത്തിൽ തുടങ്ങുന്ന ഒരു രാജ്യം. ഓക്കെ, കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആകാം. ആ രാജ്യത്തിന്റെ പേരിന്റെ 2ാമത്തെ ഇംഗ്ലീഷ് അക്ഷരം. ഇപ്പൊ അമേരിക്കയാണ് നിങ്ങൾ ഓർത്തതെങ്കിൽ എം ആണല്ലോ 2ാമത്തെ അക്ഷരം. അതുപോലെ നിങ്ങൾ ഏത് രാജ്യത്തിന്റെ പേരാണോ ഓർത്തത്, അതിന്റെ 2ാമത്തെ ഇംഗ്ലീഷ് അക്ഷരത്തിൽ തുടങ്ങുന്ന ഒരു ആനിമൽ, മൃഗത്തിന്റെ പേര് പെട്ടെന്ന് ഓർക്കുക. ആ മൃഗത്തിന്റെ രൂപം മനസ്സിൽ കാണുക. നിങ്ങൾ മുൻപ് കണ്ടിട്ടുള്ള മൃഗമാണോ? കണ്ടിട്ടോ കേട്ടിട്ടോ ഇല്ലാത്ത മൃഗമാണോ? ആ മൃഗം ഓടുന്നതും ചാടുന്നതും ഒക്കെ ഓർക്കുക. ഓടുക ചോടുന്നത് എനിക്ക് അറിഞ്ഞൂടാ. നിങ്ങൾ കണ്ടിട്ടില്ലാത്ത മൃഗമാണോ? പക്ഷെ ആ മൃഗത്തിന് നോക്കുക, 4 കാലുണ്ട്, ശരിയല്ലേ? ഇതെല്ലാം ജീവിക്കുള്ളതല്ലേ? 2 കണ്ണുകൾ, ഒരു വാല് എല്ലാം ഉണ്ടെങ്കിലും ഇതിന്റെ ആ മൃഗത്തിന്റെ പുറകിൽ പോയി ശബ്ദമുണ്ടാക്കാതെ നിൽക്കുക. എന്നിട്ട് അതിന്റെ വാലിലെ രോമം പറിച്ചെടുത്ത് മോതിരമുണ്ടാക്കി കയ്യിലിട്ടാൽ ഭയം മാറും എന്നാരെങ്കിലും പറഞ്ഞാൽ ഐ തിങ്ക് ഇറ്റ് ഈസ്. ആണോ? എലഫന്റിലേക്ക് എത്തിയോ ആരെങ്കിലും? എത്തിയവർ കൃത്യമായിട്ടും കമന്റ് ചെയ്യുക. എങ്ങനെയുണ്ടായിരുന്നു ഈ സെഷൻ? നിങ്ങൾ എൻജോയ് ചെയ്തോ എന്ന് ആത്മാർത്ഥമായി അഭിപ്രായം രേഖപ്പെടുത്തുക. എലഫന്റ് എന്നതിലേക്ക് വന്നോ ഉറപ്പാണോ? അങ്ങനെയെങ്കിൽ നോക്കൂ ഉദ്യോഗാർത്ഥികളെ, കരയിൽ ഏറ്റവും വലിയ ജീവിയാണ് എലഫന്റ്, ആന. ഇതുപോലെയാണ് നമ്മളും. ആനയുടെ ഏറ്റവും വലിയ പോരായ്മ, ആനയ്ക്ക് മാത്രമാണ് അറിയാത്തത് താനാണ് കരയിൽ ഏറ്റവും വലിയ ജീവി എന്ന്, അല്ലേ? അതുകൊണ്ടാണ് ഒരു കുഞ്ഞു പാപ്പാൻ ആനയെ നയിച്ചുകൊണ്ട് നടക്കുന്നത്. നമ്മൾ ഇതുപോലെയാണ്. നമ്മുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന അപാരമായ കഴിവുകൾ, മാസ്മരികമായ ചിന്താശേഷിയെക്കുറിച്ച് അജ്ഞരാണ് നമ്മളെല്ലാം. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് തീർച്ചയായിട്ടും ആനയെ പോലെ ആകരുത്. നമ്മുടെ കഴിവുകൾ തിരിച്ചറിയുന്ന ബുദ്ധിശാലിയായ വൈഭവശാലിയായ ഒരാളായി മാറുക. ഓക്കെ, റൈറ്റ് ഉദ്യോഗാർത്ഥികളെ. അപ്പോൾ ഇത് നിങ്ങൾ വിചാരിച്ച രാജ്യം ഇതാണോ? ഡെൻമാർക്ക് ആണോ? ആണോ? വെരി ഗുഡ്, വെരി ഗുഡ്. ഡെൻമാർക്ക് ആണെങ്കിൽ, അങ്ങനെയെങ്കിൽ ഇതിനകത്ത് എഴുതിയ സംഖ്യ ഡി ആയിരിക്കും അല്ലേ? അങ്ങനെയെങ്കിൽ സർക്കിൾ എഴുതിയത് 4 ആയിരിക്കും. ആണോ? പ്രിയ ഉദ്യോഗാർത്ഥികളെ, എന്ത് തോന്നുന്നു? നോക്കൂ, നമ്മുടെ ഈ പറയപ്പെട്ട ആശങ്കകളെല്ലാം വ്യഥാവിലാണ്. നമ്മുടെ ചിന്തകളെല്ലാം തെറ്റായ ദിശയിലാണെന്ന് മനസ്സിലായില്ലേ? നിങ്ങൾക്ക് ലോകത്തെ ഏതൊരാളിനെയും പോലെ ചിന്താശേഷിയും അത്ഭുതകരമായ ശേഷിയുമുണ്ട്. നിങ്ങൾക്ക് ഉയർന്ന റാങ്ക് സ്വന്തമാക്കാനുള്ള എല്ലാ കഴിവുമുണ്ട് എന്ന് ഉറച്ച് വിശ്വസിക്കുക. അതിനുവേണ്ടി പോരാടുക. ഇനി നമ്മളെ ഇതുപോലെ ഒന്ന് മനസ്സിലാക്കാൻ, നമ്മുടെ പോരായ്മകളെ പറഞ്ഞ് തിരുത്താൻ, നമ്മളെ വളരെ ഒരു കഥ പറയുന്നത് പോലെ കാര്യങ്ങൾ, ടോപ്പിക്കുകൾ പഠിപ്പിക്കാൻ പറ്റിയൊരു പ്ലാറ്റ്ഫോം ഉണ്ടെങ്കിലെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ശരിക്കും ഇതുപോലെ നമ്മുടെ മനസ്സറിയുന്ന ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? അങ്ങനെയെങ്കിൽ പ്രിയ ഉദ്യോഗാർത്ഥികളെ, അങ്ങനൊരു പ്ലാറ്റ്ഫോം ഉണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ പ്ലാറ്റ്ഫോം, ടിപ്സ് PSC. കഴിഞ്ഞ പതിറ്റാണ്ടുകളായി PSC ഉദ്യോഗാർത്ഥികളുടെ സ്വപ്നങ്ങൾക്ക് നിറം പകർന്ന ഒരു ഓഫ്ലൈൻ പ്ലാറ്റ്ഫോം ഇതാ ആദ്യമായി ഓൺലൈനിലേക്ക് വരികയാണ്. നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വേണ്ടി ടിപ്സ് PSC ഒരു മികച്ച അധ്യാപകരുടെ പാനലുമായി നിങ്ങളിലേക്ക് വരികയാണ്. കേരളത്തിലെ മികച്ച പരിശീലകരുടെ സാന്നിധ്യം,
കേരളത്തിലെ മികച്ച ഇൻഫ്രാസ്ട്രക്ചറുകൾ, മികച്ച നോട്ടുകളും സിലബസ് പ്രകാരമുള്ള കൃത്യമായിട്ടുള്ള പരിശീലനം നിങ്ങൾക്കായി മുന്നോട്ട് വയ്ക്കാൻ ഇതാ ടിപ്സ് PSC നിങ്ങളുടെ മുന്നിലേക്ക് വരികയാണ്. നിങ്ങൾക്കിനി ധൈര്യമായി മുന്നോട്ട് പോകാം അല്ലേ? ഓൺലൈൻ പഠനത്തിലേക്ക് വരികയാണ്. ഓഫ്ലൈൻ രംഗത്ത് പതിറ്റാണ്ടുകളുടെ സേവന പാരമ്പര്യമുള്ള സ്ഥാപനം കൊട്ടാരക്കര ടിപ്സ് ഇതാ നമ്മുടെ ഓൺലൈൻ രംഗത്തേക്ക് വരികയാണ്. നിങ്ങൾക്ക് കൃത്യമായിട്ടും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തുകൊണ്ട് നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പിക്കാം. പ്രിയ ഉദ്യോഗാർത്ഥികളെ, ഞാൻ വെറുതെ പറഞ്ഞതല്ല. 100 ഉദ്യോഗാർത്ഥികളാണ് ടിപ്സിന്റെ പടി ഇറങ്ങി സർക്കാർ സർവീസിലേക്ക് കയറിപ്പോയത്. നിങ്ങൾക്ക് ഇന്ന് കേരളത്തിലെ ഏത് സർക്കാർ ഓഫീസിൽ ചെന്നാലും ടിപ്സിൽ പഠിച്ച ഒരു ഉദ്യോഗസ്ഥനെ അവിടെ കാണാൻ കഴിയും. ടിപ്സിലെ ഒരു പൂർവ്വ വിദ്യാർത്ഥിയെ നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയും. കാരണം ഈ സ്ക്രീനിൽ ഒതുങ്ങുന്നതല്ല ഈ വിജയദികാസങ്ങൾ. നോക്കൂ ഉദ്യോഗാർത്ഥികളെ, കഴിഞ്ഞ LDC അടക്കമുള്ള പരീക്ഷകളിൽ മിന്നും വിജയം നേടിയ ചുരുക്കം ചില ഉദ്യോഗാർത്ഥികളുടെ ചിത്രങ്ങളാണ്. ഇത് തീരുന്നതല്ല. പൂഴിമണ്ണ് വാരിയിട്ടതുപോലെയുള്ള ചിത്രങ്ങൾ ഈ സ്ക്രീനിൽ കൊള്ളാവുന്നതിന് അപ്പുറത്തേക്കുള്ള വിജയദികാസങ്ങളാണ്. കഴിഞ്ഞ LPUP പരീക്ഷകളിൽ മാത്രം വിജയിച്ച, മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ട് ജോലിയിൽ പ്രവേശിച്ച കേരളത്തിലെ മികച്ച ഉദ്യോഗാർത്ഥികളാണ് നിങ്ങളീ കാണപ്പെടുന്നത്. അതുപോലെ 2025 കഴിഞ്ഞ വർഷം മാത്രം സർക്കാർ സർവീസിൽ പ്രവേശിച്ചവരുടെ എണ്ണമാണ് നിങ്ങൾ ഈ കാണപ്പെടുന്നത്. ഒരു ബാച്ചിന്റെ മാത്രമാണ്, തീർന്നിട്ടില്ല, ഇത്രയും എണ്ണമാണ്. അതുപോലെ തന്നെ വിവിധ പിന്നീട് കേരള പോലീസ് സേന യൂണിഫോം തസ്തികയിലേക്കുള്ള വിവിധ പരീക്ഷകൾ ഏറ്റവും കുറഞ്ഞ കാലയളവിൽ നോക്കുക, കേരള സിവിൽ പോലീസ് ഓഫീസർ ലിസ്റ്റിൽ ഉൾപ്പെട്ട ജോലിയിൽ പ്രവേശിച്ച ഉദ്യോഗാർത്ഥികളെയാണ് നിങ്ങൾ കാണാൻ കഴിയുന്നത്. വിവിധ പരീക്ഷകളുടെ എല്ലാം റിസൾട്ടുകൾ ഇതുപോലെ എണ്ണിയാൽ ഒടുങ്ങുന്നതല്ല. അപ്പൊ ഉദ്യോഗാർത്ഥികളെ, ഇനി നമുക്ക് ഓൺലൈൻ പഠനത്തിലേക്ക് വരാം. അപ്പൊ എന്താണ് നമ്മുടെ ടിപ്സ് PSC നിങ്ങൾക്ക് വേണ്ടി ഓഫർ ചെയ്യുക? ഓൺലൈൻ പഠനം ഒരു സാധാരണ പ്ലാറ്റ്ഫോം പോലെ അല്ല ടിപ്സ് PSC നിങ്ങൾക്ക് വേണ്ടി ചില പ്രോഗ്രാമുകൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. കൃത്യമായി നിങ്ങളെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യുക, നിങ്ങളെ എൻകറേജ് ചെയ്യുക, നിങ്ങളുടെ പോരായ്മകൾ കൃത്യമായിട്ട് വിലയിരുത്താനായി മെന്റർഷിപ്പ് പ്രോഗ്രാം, PDF നോട്ടുകൾ, അതുപോലെ തന്നെ ഗ്രൂപ്പ് ആക്ടിവിറ്റീസ്, വാട്സപ്പ് ടെലിഗ്രാം ഗ്രൂപ്പുകൾ വഴിയുള്ള കമ്പൈൻഡ് സ്റ്റഡി സൗകര്യങ്ങൾ, ഫ്രീ ആയിട്ടുള്ള സ്റ്റഡി മെറ്റീരിയലുകൾ, അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് റെക്കോർഡ് ക്ലാസ്സുകൾ, ലൈവ് ക്ലാസ്സുകൾ അടക്കം പ്രൊവൈഡ് ചെയ്യുന്ന ഈ ഒരു പ്ലാറ്റ്ഫോം നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ സ്വന്തമാക്കാം. പ്ലേ സ്റ്റോറിൽ കയറി ടിപ്സ് PSCയുടെ എഡ്യൂക്കേഷൻ ആപ്പ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. ഒപ്പം തന്നെ നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തുകൊണ്ട് നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പിക്കാൻ കഴിയും. പ്രിയ ഉദ്യോഗാർത്ഥികളെ, വിജയം ഒരു സ്വപ്നമല്ല, അത് വിദൂരമല്ല. ഇഫ് യു വാണ്ട് സംതിങ്, എൻ്റർ യൂണിവേഴ്സ് കൺസ്പേഴ്സ് ഇൻ ഹെൽപ്പിംഗ് യു ടു അച്ചീവ് ഇറ്റ്. നിങ്ങളൊരു ലക്ഷ്യം നേടാനായി തീവ്രമായി ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്താൽ നിങ്ങളുടെ ലക്ഷ്യം സാധ്യമാക്കാൻ ഈ പ്രകൃതി പോലും നിങ്ങൾക്ക് വേണ്ടി ഗൂഢാലോചന നടത്തും. ഇനി സർക്കാർ ജോലി എന്നത് നിങ്ങളുടെ സ്വപ്നമല്ല, അത് യാഥാർത്ഥ്യമാകാൻ പോവുകയാണ്. ഞങ്ങളുണ്ടാകും ടീം ടിപ്സ് PSC. താങ്ക് യു ഓൾ ഓഫ് യു. ബൈ.